ഹലോ നമസ്കാരം, എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. +1 ക്ലാസ്സുകൾ ആരംഭിച്ചു. ഇപ്പോൾ ഏറ്റവും അധികം കുട്ടികൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നൊരു ഡൗട്ട്, ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ്, സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഇതെപ്പോഴാണ്, ഇതെന്താണ്, ഇതെങ്ങനെയാണ് എന്നൊക്കെയാണ്. അതിനെക്കുറിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അതിന് മുന്നേ +1 വിദ്യാർത്ഥികൾക്ക് വളരെ യൂസ്ഫുള്ളായ വീഡിയോകൾ ഞങ്ങൾ ഒരു പുതിയ ചാനലിലൂടെ ഇനി നൽകും. ഓപ്പൺ ഔട്ട് പ്ലസ് എന്നാണ് ചാനലിൻ്റെ പേര്. തീർച്ചയായിട്ടും നിങ്ങൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റും ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റുമാണ്. ഞാൻ ആദ്യം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്താണ് എന്ന് പറയാം, അതിനുശേഷം ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്താണ് എന്നും പറയാം. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് നിലവിൽ അലോട്ട്മെൻറ്റിൽ ഒരു സ്കൂളിലും അഡ്മിഷൻ കിട്ടാത്ത കുട്ടികൾക്കും, അതേപോലെ തന്നെ ആദ്യഘട്ട അലോട്ട്മെൻറ്റിൽ ആപ്ലിക്കേഷൻ നൽകാത്ത, ഓൺലൈനായിട്ടൊന്നും ആപ്ലിക്കേഷൻ നൽകാത്തത് കൊണ്ട് ഇപ്പോൾ അഡ്മിഷനൊന്നും കിട്ടാത്ത കുട്ടികൾക്കും, ആപ്ലിക്കേഷൻ നൽകിയത് പല കാരണങ്ങളാൽ റിജക്റ്റ് ആയി പോയിട്ടുള്ള കുട്ടികൾക്കുമൊക്കെ വേണ്ടിയിട്ടാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ ഒരു രീതി എങ്ങനെയാണ്? ഏറ്റവും ആദ്യം നമ്മുടെ ഈ ഓൺലൈനായിട്ട് ഈ റിസൾട്ടൊക്കെ വരുന്ന HSCAPൻ്റെ വെബ്സൈറ്റിലൂടെ, അലോട്ട്മെൻറ്റ് റിസൾട്ട് വരുന്ന വെബ്സൈറ്റിലൂടെ ഓരോ സ്കൂളിലും ഇനി എത്ര സീറ്റുകൾ ഒഴിവുണ്ട് എന്നതിൻ്റെ ഒരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ഓരോ സ്കൂളിലും ഇപ്പോഴും ഫില്ലാവാത്ത ഓരോ കോഴ്സിനുമുള്ള സീറ്റുകളുടെ എണ്ണം പബ്ലിഷ് ചെയ്യും. വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാം? നിലവിലുള്ള സ്കൂളുകളൊക്കെ ഇനി ഇൻവാലിഡ് ആണ് അല്ലേ? നിങ്ങളിപ്പോൾ കഴിഞ്ഞ ഘട്ടത്തിൽ കുറേ സ്കൂളൊക്കെ ആപ്ലിക്കേഷൻ കൊടുത്തിരുന്നു, അതൊക്കെ ഇൻവാലിഡ്, ഇനി അതൊന്നും പരിഗണിക്കില്ല. ഈ ഒഴിവുള്ള സ്കൂളുകൾ നോക്കിയിട്ട് അതിലേത് സ്കൂളിലേക്ക് വേണമെങ്കിലും പ്രയോറിറ്റി ഓർഡറിൽ ഏറ്റവും താല്പര്യമുള്ള സ്കൂൾ 1, പിന്നീട് 2 എന്ന രീതിയിൽ ആപ്ലിക്കേഷൻ കൊടുക്കാം. ഇവിടെ മുൻപ് നിങ്ങൾ ഏത് സ്കൂളിൽ അപ്ലൈ ചെയ്തു എന്നുള്ളതിന് ഒരു പരിഗണനയുമില്ല. അതെല്ലാം കഴിഞ്ഞു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് സർക്കാർ പ്രസിദ്ധീകരിക്കുന്ന ലിസ്റ്റിൽ നിന്നും ഒഴിവുള്ള സ്കൂളുകളുടെ ലിസ്റ്റ് നോക്കിയിട്ട് പുതിയതായിട്ട് നിങ്ങളുടെ സ്കൂളുകൾ അപ്ലൈ ചെയ്യണം. ഈ ഒഴിവുള്ള സീറ്റുകളിലേക്കാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്. ആ അലോട്ട്മെൻറ്റിൽ ആദ്യം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരും. അതിൽ ഒരുപാട് കുട്ടികൾക്ക് ഇങ്ങനെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് അവർക്ക് അഡ്മിഷൻ കിട്ടും. അതിനുശേഷം വീണ്ടും സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരും. അതിലൂടെ ബാക്കിയുള്ള സീറ്റുകളിലേക്കും കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടും. ഇതാണ് അലോട്ട്മെൻറ്റ്, ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ രീതി. ഒഴിവുള്ള സ്കൂളുകളിലേക്ക് ആ ലിസ്റ്റ് നോക്കി മാത്രമേ ഇതിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കൂ എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഓക്കെ, ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ജൂൺ 28 മുതലാണ് ആരംഭിക്കുന്നത്. ജൂലൈ 23-നുള്ളിൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകളെല്ലാം പൂർത്തിയാവുകയും ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ്. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനെ പറ്റിയാണ് ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നത്. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജില്ലാന്തര ട്രാൻസ്ഫർ, ഒരു ജില്ലയിൽ നിന്നും മറ്റൊരു ജില്ലയിലേക്ക്, അല്ലെങ്കിൽ സ്കൂളുകൾ തമ്മിൽ, ഒരു ജില്ലയിൽ തന്നെ സ്കൂളുകൾ മാറാൻ വേണ്ടിയിട്ട്, അതുമല്ലെങ്കിൽ കോഴ്സുകൾ മാറാൻ വേണ്ടി. ഇപ്പോൾ ഹ്യൂമാനിറ്റീസ് കിട്ടിയ കുട്ടിക്ക് സയൻസ് എടുക്കാനും, സയൻസ് കിട്ടിയ കുട്ടിക്ക് കൊമേഴ്സ് എടുക്കാനും ഒക്കെയുള്ള അവസരമാണ്, അതിലേക്ക് മാറാനുള്ള അവസരമാണ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ്. ഈ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നിങ്ങൾ വിചാരിക്കും പോലെ എളുപ്പമല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇതിലേറ്റവും ആദ്യത്തെ കാര്യം, നിങ്ങൾ മാറാൻ ആഗ്രഹിക്കുന്ന സ്കൂളിൽ സീറ്റ് ഒഴിവുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ ആ സ്കൂളിലേക്ക് മാറാൻ കഴിയൂ. നിങ്ങൾ മാറാൻ ആഗ്രഹിക്കുന്ന സ്കൂളിൽ സീറ്റ് ഒഴിവില്ല എങ്കിൽ ഒരിക്കലും ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിലൂടെ നിങ്ങൾക്ക് സീറ്റ് മാറാൻ കഴിയില്ല. നിങ്ങൾ എവിടേക്കാണോ മാറുന്നത് അവിടെ സീറ്റ് ഒഴിവ് വേണം, ആ കോഴ്സിൽ സീറ്റ് ഒഴിവ് വേണം, ആ സ്കൂളിൽ സീറ്റ് ഒഴിവ് വേണം, അത് നിർബന്ധമാണ്. മാത്രവുമല്ല, ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വരിക സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എല്ലാം കഴിഞ്ഞിട്ടാണ്, ജൂലൈ 23-ന് ശേഷമാണ്. അപ്പോഴേയും ക്ലാസ് തുടങ്ങിയിട്ട് ഏതാണ്ട് 1.5 മാസമായിട്ടുണ്ടാവും. ആ സമയത്ത് നിങ്ങൾ മാറുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും ഉണ്ടായേക്കാം. അതുകൊണ്ട് ഈ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൻ്റെ സാധ്യതകൾ നിങ്ങൾ ഒരുപാടൊന്നും പ്രതീക്ഷിക്കരുത്. വളരെ ഭാഗ്യമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിലൂടെ അലോട്ട്മെൻറ്റ് കിട്ടൂ. പിന്നെ അതിന് പല റിസ്ക് എലമെൻറ്റുകളുണ്ട് എന്നും കൂടി കേൾക്കുന്നുണ്ട്. ചില വർഷങ്ങളിലൊക്കെ നിങ്ങൾ നിലവിലുള്ള സ്കൂളിൽ നിന്നും മാറാൻ ശ്രമിച്ചാൽ പോലും മറ്റേ സ്കൂളിൽ ഇനി അങ്ങനെ മാറാൻ ശ്രമിച്ചാൽ പോലും നിങ്ങൾ മാറാൻ ഉദ്ദേശിക്കുന്ന സ്കൂളിലേക്ക് കൂടുതൽ കുട്ടികൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് നോക്കും? അതിലേറ്റവും കൂടുതൽ ഗ്രേഡ് പോയിൻ്റുള്ള കുട്ടിക്കാണ് കൊടുക്കുക. അങ്ങനെ പല റിസ്ക്കുകൾ അതിലുണ്ട്. അപ്പോൾ ഉദ്ദേശം അത്ര ഈസി ആയിരിക്കില്ല ഈ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ്. കാരണം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലൂടെയും ബാക്കിയുള്ള സീറ്റുകളൊക്കെ ഫില്ലായ ശേഷമാണ് ട്രാൻസ്ഫർ നടക്കുന്നതുകൊണ്ട് തന്നെ അധികം സീറ്റുകളൊന്നും ബാക്കി ഉണ്ടാവില്ല എന്നുള്ളതൊക്കെ മനസ്സിലാക്കുക. സോ അതിലൊരുപാട് പ്രതീക്ഷയൊന്നും വെച്ചിട്ട് കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു പക്ഷം. ഇനി എന്താണ് ഈ വർഷം ചെയ്യുന്നതെന്ന് അറിയില്ല. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് സ്കൂളും കോമ്പിനേഷനൊക്കെ മാറാം, പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് സീറ്റ് ഒഴിവ് വേണം, ഉണ്ടെങ്കിലേ ആ മാറ്റം നടക്കൂ. താങ്ക് യു.